ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് 10,000 രൂപ താഴെ വാങ്ങാൻ പറ്റിയ 10 നല്ല ഫോണുകളെ കുറിച്ചാണ്. അപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഓണാക്കി വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ 10,000 രൂപ താഴെ വരുന്ന പോക്കോയുടെ ഒരു ഫോണാണ് Poco C71. ഇത് 4GB RAM 64GB സ്റ്റോറേജ്, അതുപോലെ തന്നെ 6GB RAM 128GB സ്റ്റോറേജ് എന്ന വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. ഇതിൽ 4GB RAM 64GB വേരിയൻറ്റ് 6,499 രൂപയ്ക്ക് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ലഭ്യമാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ യൂണിസോക് T7250 പ്രോസസ്സർ, അതുപോലെ 5200 mAh ബാറ്ററി ബാക്കപ്പ്, 32 മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, Android 15, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻസ് വരുന്നത്. അതുപോലെ തന്നെ 10,000 രൂപ റേഞ്ചിൽ വരുന്ന പോക്കോയുടെ മറ്റൊരു ഫോണാണ് Poco M7. ഇത് 6GB RAM 128GB സ്റ്റോറേജ്, അതുപോലെ 8GB RAM 128GB സ്റ്റോറേജ് എന്ന വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. 6GB RAM 128GB വേരിയൻറ്റിന് ഏതാണ്ട് 9,299 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 പ്രോസസ്സർ, അതുപോലെ 6.88 ഇഞ്ച് ഡിസ്പ്ലേ, 5160 mAh ബാറ്ററി ബാക്കപ്പ്, 50 മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, Android 14, ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻസ് വരുന്നത്. ഈ റേഞ്ചിൽ വരുന്ന ഇൻഫിനിക്സിൻ്റെ ഒരു മോഡലാണ് Infinix Hot 50 5G. ഇത് 4GB RAM 128GB, അതുപോലെ 8GB RAM 128GB വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. 4GB RAM 128GB വേരിയൻറ്റിന് 9,990 രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. Dimensity 6300 പ്രോസസ്സർ, 5000 mAh ബാറ്ററി ബാക്കപ്പ്, 6.7 ഇഞ്ച് ഡിസ്പ്ലേ. റിയർ ക്യാമറ നോക്കുകയാണെങ്കിൽ 48 മെഗാ പിക്സൽ, അതുപോലെ 2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറയാണ് റിയർ ക്യാമറയിൽ വരുന്നത്. ഫ്രണ്ട് ക്യാമറ 8 മെഗാ പിക്സൽ. ഇതിൽ Android V14 ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 10,000 രൂപ താഴെ വരുന്ന ഇൻഫിനിക്സിൻ്റെ തന്നെ മറ്റൊരു മോഡലാണ് Infinix Smart 9 HD. ഇത് 3GB RAM 64GB വേരിയൻറ്റിൽ വരുന്ന ഈ ഫോണിന് പ്രൈസിങ് വരുന്നത് ഏതാണ്ട് 6,499 രൂപയാണ്. ഇതിൽ MediaTek Helio G50 പ്രോസസ്സർ, അതുപോലെ 5000 mAh ബാറ്ററി ബാക്കപ്പ്, 6.7 ഇഞ്ച് ഡിസ്പ്ലേ, 13 മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, അതുപോലെ Android 14 ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 10,000 രൂപ റേഞ്ചിൽ വരുന്ന ലാവ സ്റ്റോം പ്ലേ, ഇത് 6GB RAM 128GB വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസിങ് വരുന്ന 9,999 രൂപയാണ്. ഇതിൽ 6.7 ഇഞ്ച് ഡിസ്പ്ലേ, അതുപോലെ 5000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പ്, 50 മെഗാ പിക്സലും 2 മെഗാ പിക്സലിൻ്റെയും റിയർ ക്യാമറ, ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 8 മെഗാ പിക്സലാണ്. ഇത് Android 15 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഫാസ്റ്റ് ചാർജിങ്. ഇപ്പോൾ 10,000 രൂപയിൽ താഴെ ലഭിക്കുന്ന ലാവയുടെ തന്നെ മറ്റൊരു ഫോണാണ് ലാവ ഷാർക്ക് 5G. ഇത് 4GB RAM 64GB വേരിയൻറ്റിൻ്റെ പ്രൈസിങ് വരുന്നത് 7,999 രൂപയാണ്. യൂണിസോക് T765 പ്രോസസ്സർ, അതുപോലെ 5000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പ്, 6.7 ഇഞ്ച് ഡിസ്പ്ലേ, 13 മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ, 5 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, അതുപോലെ Android 15 ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. ലാവയുടെ തന്നെ മറ്റൊരു മോഡലാണ് ലാവ ബോൾഡ് N1 Pro. ഇത് 4GB RAM 128GB വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് ഏതാണ്ട് 6,999 രൂപയാണ്. യൂണിസോക് T606 പ്രോസസ്സർ, 5000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പ്, 6.67 ഇഞ്ച് ഡിസ്പ്ലേ, 50 മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, Android 14, ഇതൊക്കെയാണ് ഈ മോഡലിൽ വരുന്നത്.
അതുപോലെ ഈ ഒരു റേഞ്ചിൽ വരുന്ന iQOO Z10 Lite അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 4GB RAM 128GB വേരിയൻറ്റിൻ്റെ പ്രൈസിങ് വരുന്നത് 9999 രൂപയാണ്. ഇത് ഡിമെൻസിറ്റി 6300 പ്രോസസ്സർ, അതുപോലെ 6000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പ്, 6.74 ഇഞ്ച് ഡിസ്പ്ലേ, 50 മെഗാ പിക്സൽ, അതുപോലെ 2 മെഗാ പിക്സൽ അങ്ങനെ റിയർ ക്യാമറ, 5 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, ആൻഡ്രോയിഡ് 15, ഫൺ ടച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതൊക്കെയാണ് iQOO Z10 ലൈറ്റിൽ വരുന്നത്. ഇതുകൂടാണ്ട് ഈ റേഞ്ചിൽ സാംസങ്ങിൻ്റെ നല്ല ഫോണുകളുണ്ട്, അതുപോലെ ടെക്നോയുടെ നല്ല ഫോണുകളുണ്ട്, ഷവോമി, റെഡ്മിയുടെ നല്ല ഫോണുകളുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഓണാക്കി വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.